വിവോയുടെ വിവോ Y16 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y16 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ല സാധാരണ എല്ലാ ഫോണുകളിലും കാണുന്ന ടൈപ്പ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തോന്നുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ആയിട്ട് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത എല്ലാ ഫോണുകളിലും കാണുന്ന ടൈപ്പ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 4GB റാം കൊടുത്തിട്ടുണ്ട്, 64GB ഇന്റേണലും വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4GB റാമും 64GB ഇന്റേണലൊക്കെയാണ് കിട്ടാറ്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് റാം എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 1GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ മിക്ക ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കാണുന്ന ഫീച്ചേഴ്സ് ആണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ്. മിക്ക ഫോണുകളിലും ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം മിക്ക ഫോണുകളിലും ഇതുപോലുള്ള ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് വരുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 183 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.19mm ആണ്. ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രിസ്ലിംഗ് ഗോൾഡും അതുപോലെ തന്നെ സ്റ്റെല്ലാർ ബ്ലാക്കും. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് തോന്നാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ 6.51 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇവൺ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഓഫ്ലൈൻ ഫോണാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ മാത്രം കൊടുത്തത് ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഫോൺസിൽ ചില ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം പല ഫോണുകളിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതും കുറച്ചും നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പൊ ചില ഫോണുകളിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇനി അടുത്തത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രോസസറിന്റെ കാര്യത്തിലാണ്. mediatekന്റെ helio P35 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പറയണം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിലൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസും ഗെയിമിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. അത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. രണ്ടാമത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കുറച്ച് പഴയ പ്രോസസ്സറാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഇപ്പം നിർത്തണം. ഇപ്പം ലോഞ്ച് ചെയ്യുന്ന ഫോണുകളിലൊക്കെ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. എന്തായാലും ഇതിൽ mediatekന്റെ helio P35 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന് മാത്രം മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP മെയിൻ ക്യാമറ സെൻസറും പിന്നെ 2 MP ഒരു സെൻസറും വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും 5 MP സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം അത് വലിയ കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ കുറേ ലഭിക്കുന്നുണ്ട്. ഓൺലൈൻ ഫോൺസ് ആണ് എന്നുണ്ടെങ്കിലും അപ്പം അതും നിരാശപ്പെടുത്തി എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 12,499 രൂപയാണ്. പറയേണ്ട ഒരു കാര്യം ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോ Y16 എന്ന ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല.
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിന് മാത്രം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു ഫോണാണ് എന്ന് പറയാം. എന്നാലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വിവോ Y16 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണായി തോന്നിയിട്ടില്ല.